പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ? ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അപ്പം തന്നെ നിൻ്റെ ഗ്രാഫ്, അനുഗ്രഹത്തിൻ്റെ ഗ്രാഫ് ഉയരും. അതുകൊണ്ട് നീ നേരത്തെ മുൻകൂറായി പറഞ്ഞു, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ച തീർച്ചയായിട്ടും ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് പറ. കർത്താവെ, അങ്ങനെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തോട് കാരുണ്യം കാണിച്ചാൽ ഞാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് പറഞ്ഞോളൂ. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയും വാടക കെട്ടിടത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയും വാടക ഒഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, പലതരത്തിലുള്ള വേദനകളും പരീക്ഷകൾ അകപ്പെട്ടിരിക്കുന്ന, പരീക്ഷ എഴുതിയവർ, പരീക്ഷ തോറ്റവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രമോഷൻ കാക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിദേശത്ത് പോകുന്നവർ, പോയിട്ട് അവിടെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ, തിരിച്ചു വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവർ, ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്തവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇടിനാദം പോലെ സ്തുതിക്കട്ടെ, ഇടിനാദം പോലെ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശം കർത്താവേ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവരെ, വാടക താമസിക്കുന്നവരെ, വാടക ഒഴിഞ്ഞു പോകാത്തവരെ, ഒറ്റക്കൊടുത്തിരിക്കുക പാട്ടത്തിന് കൊടുത്തിരിക്കുന്നവരെ, കർത്താവേ ലോങ് ബാങ്ക് ലോൺ പാസ്സാകാത്തവരെ, അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ, കുടുംബത്തിൽ കിടപ്പ് രോഗികളുള്ളവരെ, കർത്താവ് പ്രൊമോഷൻ ലഭിക്കാത്തവർ, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ, പലതരത്തിൽ കർത്താവ് കയറി പോകാൻ പറ്റാത്തവരെ, നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തവരെ, ഓരോരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ക്ലേശങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ, ദൈവനാമത്തിൽ മാർഗരോഗങ്ങൾ, തിരാവ്യതികളും ജീവിത ദുരിതങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. വരേണമേ. സൗഖ്യം നൽകണമേ. വരേണമേ. എന്നിൽ നിറയണമേ. വരേണമേ. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ അറിയിപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരാധന ആശീർവാദം കഴിഞ്ഞിട്ടില്ല, ഈശോ ബലിപീഠത്തിൽ തന്നെ ഉണ്ട്, നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ, സ്വകാര്യമായ വിഷമതകൾ, ഭാരങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. മൗനമായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നീ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതിൻ്റെ സ്വന്തം അടിച്ചു മാറ്റുന്ന ആളാണെങ്കിലേ, ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആളാണെങ്കിലേ, സ്വാഭാവികമായിട്ടും എന്നാ സംഭവിക്കുന്നത്? ദൈവം നിന്നെ തൻ്റെ മുത്തുകൾ, ഈ ദൈവത്തിൻ്റെ നിലപാട് കണ്ട, നിൻ്റെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്, വെളിപ്പെടുത്തി തരത്തില്ല. നീ അഹങ്കാരിയാണ്, തോന്നിവാസിയാണ്. നീ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നാളെ കാലങ്ങളിൽ അത് നിൻ്റെ കഴിവായിട്ട് പ്രഖ്യാപിക്കുമെങ്കിൽ നിന്നെ പന്നിയായിട്ടാണ് ദൈവം ബ്രാൻഡ് ചെയ്യണത്. പിന്നെ നീ രക്ഷപ്പെടാനുള്ള വഴി ദൈവത്തെ അറിയാമെങ്കിലും നിൻ്റെ മുമ്പിൽ അത് ഇട്ട് തരത്തില്ല. കാര്യം എന്താണ്? നീ അത് രത്നം അടിച്ചു മാറ്റിയിട്ട് അത് നിൻ്റെ പേരിൽ നാളെ കൊട്ടിഘോഷിക്കപ്പെടും. അത് വെരി സീരിയസ് ഡേഞ്ചർ സോണാണത്. പ്രാർത്ഥിക്കുക. വിനയത്തോടെ അങ്ങയുടെ മുമ്പിലെ ആരാധനയോടെ നിന്നുകൊണ്ട്
എൻ്റെ ജീവിതത്തിലെ വഴിമുട്ടി പോകുമ്പോൾ വഴി തുറന്നു തരുന്ന റോമ 9:16 അടിയം പ്രാർത്ഥിക്കുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനമായ അങ്ങയുടെ ദയയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അന്തരംഗത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടുകാരനെ കുറിച്ച് ദൈവം ഒരു ഓർമ്മ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണ്, അത് റീസെൻ്റായിട്ട് 6 മാസം മുമ്പ് പരിചയപ്പെട്ട ആളാണ്, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഇയാളുടെ നമ്പർ കയ്യിലുള്ളത് കാരണം ജസ്റ്റ് ഇയാളൊന്ന് വിളിച്ച്, ഞാനിങ്ങനെ ഒരു ട്രാപ്പിലാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ എടുത്ത വായിക്കും, അടുത്ത മറുപടി എന്താണെന്ന് അറിയാവോ? നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഇട്ട് തരാൻ പറയും. കോടികളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ആ പ്രൈവറ്റ് കടങ്ങളെല്ലാം കൊടുത്തു വീട്ടാനും ബാക്കിയും കാശാടി മനുഷ്യൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അത് കൊണ്ടേ കൊടുത്തിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരെ 5 മാസത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്ത് കൈ അടിച്ച് കർത്താവിനെ തുടരുകയും ഇത് കർത്താവിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കറിയാം. അദ്ദേഹം ആ ഒരാഴ്ച കൊണ്ടാണ് ജീവിതം ഇങ്ങനെ പെട്ടെന്ന് മാറിയണത്. അത് ഉടമ്പടി അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്കറിയാം. എന്താ കാര്യം? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? റോമ 9:16 എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താ? അതാണ് വിഷയം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനമുണ്ട്. എന്താണത്? സങ്കീർത്തനം 103:18. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ കർത്താവേ നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ആദ്യ വചനം എന്താണ്? 17 എന്താണ്? കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം അത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അതാ 18 പറയണത്. എന്താ പറയണത്? അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഈ 2 വചനം നമ്മൾ ലിങ്ക് ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഇപ്പൊ റോമ 9:16 പറഞ്ഞത് എന്താണ്?
എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർത്താവിൻ്റെ കാരുണ്യമാണ്. അതാണ് റോമ 9:16. അതിൻ്റെ കൂടെ ലിങ്കാക്കണത് എന്താണ്? സങ്കീർത്തനം 103:18. എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യം ആരുടെ മേലുണ്ടാവും? അവിടുത്തെ ഭക്തരുടെ മേൽ. പിന്നെ ആരുടെ മേലാണ്? അവിടുത്തെ ഉടമ്പടി അനുസരിക്കുന്ന വഴി. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉടമ്പടിയാണ്. കൈയടിച്ച് കർത്താവിനെ ഞങ്ങളെ സ്വന്തമാക്കി ഞങ്ങളോട് കരുണ കാണിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. 2021 സെപ്റ്റംബർ 21 അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം 15 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മെഡിക്കലായിരുന്നു. മെഡിക്കലിൽ ഞാൻ റിസൾട്ട് വന്നപ്പോൾ അൺഫിറ്റാണ്. കാരണം പറഞ്ഞത് എൻ്റെ ലങ്സിൽ മുഴുവൻ ട്യൂബർക്ലോസിസ് പടർന്നു പിടിച്ചിരിക്കുകയാണ്, അതിൻ്റെ സ്കാറാണ് മൊത്തം എന്നാണ്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓർഡർ വന്നു, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല, റൂമിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം റീസ്കാനിങ്ങിനായി വിളിച്ചു. അതിലവർ സ്പൂട്ടം സാമ്പിൾ കളക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ വിസിറ്റ് വിസയിലേക്ക് മാറി. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഞാൻ റിസൾട്ടിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളുമൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നാളവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്നും ഫെബ്രുവരി 18, 2022 തിരിച്ചു പോകുന്ന നാട്ടിലേക്ക്. ഇവിടെ വന്ന് ഫെബ്രുവരി 26, 2022 ഉടമ്പടി എടുത്തു. അതിനുശേഷം അമൃത ഹോസ്പിറ്റലിൽ പോയി എൻ്റെ TB ടെസ്റ്റിന് വേണ്ടി എല്ലാ സാമ്പിളുകളും കൊടുത്തു. തിരിച്ച് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയുണ്ടായി. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് TBയുടെ സ്കാറല്ലായിരുന്നു, സാർക്കോഡോസിസ് എന്ന് പറയുന്ന മറ്റൊരു അസുഖത്തിൻ്റെ സ്കാറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഈ റിപ്പോർട്ടുകളെല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്താൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം തുടർന്ന് പോവുകയും വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു. മെയ് 5-ാം തീയതിയിലേക്ക് എനിക്ക് വിസ കിട്ടി. ഞാൻ തിരിച്ചു കയറി അബുദാബി എയർപോർട്ടിൽ ചെന്നപ്പോൾ ആണ് അറിയാൻ കഴിഞ്ഞത് അവരെന്നെ ബാൻ ചെയ്തിരിക്കുകയാണ്. ലൈഫ് ബാനായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അത് മാറിക്കിട്ടുമെന്ന് വിചാരിച്ചില്ല. എങ്കിലും അവിടെ രാത്രി വെളുപ്പിന് 4 മണി വരെ എന്നെ ഇരുത്തി തിരിച്ച് അവിടെ വന്നു. എനിക്ക് അപ്പോൾ തന്നെ തിരിച്ചു കയറി നാട്ടിലേക്ക് പോരേണ്ടതായിട്ട് വന്നു. ഇവിടെ വന്ന് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു, പോകുന്നതിന് മുന്നേ നീ ഇപ്പോൾ പോകണ്ട, ഉടമ്പടി പുതുക്കിയിട്ട് പോയാൽ മതിയെന്ന്. എങ്കിലും ജോലി ചെയ്യാമെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ കയറിപ്പോയതാണ്. പിന്നീട് ഇവിടെ വന്ന് തിരിച്ചു വന്നതിന് ശേഷം ജൂൺ 1-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനു മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് അവിടെ. പക്ഷേ അവിടെ ചെല്ലുമ്പോഴെല്ലാം അവർ പറയുന്നത് റിപ്പോർട്ട് അങ്ങനെ നേരിട്ട് തരാൻ സാധിക്കുകയില്ല, അവർ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ PRO വന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ എന്നാണ്. പക്ഷേ PRO ഞാൻ അവിടുത്തെ എംപ്ലോയി അല്ലാത്തതിനാൽ PROയ്ക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട്
പിന്നീട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഉടമ്പടി പുതുക്കിയതിന് ശേഷം നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് പോയി നോക്ക്, എന്തെങ്കിലും ചെയ്യാൻ സാധ്യമായിരിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ റിപ്പോർട്ടുകളെല്ലാം അറ്റസ്റ്റ് ചെയ്ത് ഇന്ത്യൻ എംബസിയുടെയും UAE എംബസിയുടെയും അറ്റസ്റ്റേഷന് ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിൽ എൻ്റെ കാര്യം പരിഗണിച്ചാൽ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം കുറേ നാളുകൾ, ഒത്തിരി സമയമെടുത്തു. കുറേ നാളുകൾക്ക് ശേഷം അവർ അവിടുന്ന് CID ഓഫീസിലേക്കും ഇമിഗ്രേഷനിലേക്കും ഒരു മെയിൽ അയച്ചു. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇവിടുത്തെ ബാൻ ഞങ്ങൾ റിമൂവ് ചെയ്തു, നിങ്ങൾ അവിടെ പോയി CID ഓഫീസിലും ഇമിഗ്രേഷൻ ഓഫീസിലും പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോഴെല്ലാം അദ്ദേഹം ഓരോ തവണ പോകുമ്പോഴും ഞാൻ വീട്ടിലിരുന്ന് ശക്തമായി മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ CID ഓഫീസിലെ ബാനം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി. എന്നാൽ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് കയറുവാനോ സംസാരിക്കുവാനോ ഉള്ള അനുവാദമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ കയറി ഇറങ്ങിയതിന് ശേഷം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് അകത്ത് കയറുവാനും എൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുവാനുമുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ അദ്ദേഹം അകത്ത് കയറി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പേരിന് എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരു ഡിവോഴ്സിയാണ്, എന്നെ സഹായിക്കാൻ അവിടെ മറ്റാരുമില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് രക്തബന്ധമുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതിനുശേഷം അവർ അതേക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് ഈ സുഹൃത്ത് തന്നെ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന് അനുഗ്രഹിക്കണമെന്ന്. ഈ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ എന്നെ വിവാഹം കഴിച്ചു. മുന്നോട്ട് ഈ പ്രോസസ്സിങ് പോയി എന്നെ UAE ബാനിൽ നിന്ന് റിമൂവ് ചെയ്തു. എനിക്ക് പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല, കാരണം അതിനായി അവർ പ്രൂഫൊന്നും തരികയില്ലായിരുന്നു. ഒരു പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് എൻട്രി ആയാൽ മാത്രമേ നമ്മൾ എൻട്രി ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ 2022 സെപ്റ്റംബർ 16 വീണ്ടും UAE എയർപോർട്ടിൽ എൻട്രി ആയി. അബുദാബിയിൽ എനിക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ നിയോഗം വെച്ചത് എനിക്കൊരു നല്ല ജോലി ലഭിക്കണമെന്നായിരുന്നു. എനിക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. എന്നാൽ പിന്നീടും ഈ പ്രശ്നങ്ങൾ, എൻ്റെ വിസ കിട്ടുമോ, മെഡിക്കൽ ഫിറ്റാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അതെങ്ങനെ ശരിയാകുമെന്നൊന്നും അറിയില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ഒരു പ്രാവശ്യം വിസിറ്റ് വിസ പുതുക്കിയതായിരുന്നു. പക്ഷേ വിസയിൽ എപ്പോഴുമുള്ള UID നമ്പർ ഒരിക്കലും മാറത്തില്ല. അത് നമ്മൾ ആ കൺട്രിയിൽ എത്ര പ്രാവശ്യം പോയാലും നമ്മുടെ വിസ നമ്പർ ഒരേ നമ്പറായിരിക്കും. പക്ഷേ ഞാൻ വിസിറ്റ് വിസ പുതുക്കിയപ്പോൾ എൻ്റെ UID നമ്പർ മാറിയാണ് വന്നത്. ഞങ്ങളത് മാറത്തില്ലാത്തത് കൊണ്ട് ശ്രദ്ധിച്ചതേയില്ല. ഈ മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഇരുന്ന് നേഴ്സ് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണോ, അസുഖങ്ങളായിട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഇവിടെ എത്തി ബാനായി പോയ ആളാണ്, ഇപ്പോൾ എൻട്രി ആയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ UID നമ്പർ സിസ്റ്റത്തിൽ അടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പഴയ ഹിസ്റ്ററി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, UID നമ്പറിനകത്ത് കാണേണ്ടതാണല്ലോ നിങ്ങളുടെ പഴയ ഹിസ്റ്ററി എല്ലാം, പക്ഷേ ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഞാനത് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ UID നമ്പർ തന്നെ മാതാവ് മാറ്റിക്കളഞ്ഞു. സിസ്റ്റത്തിൽ എൻ്റെ പഴയ അൺഫിറ്റായ ഹിസ്റ്ററിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ പുതിയതായി UAEയിൽ എൻട്രി ആയ ഒരു വ്യക്തിയായിട്ടാണ് എന്നെ കാണിക്കുന്നത്. അങ്ങനെ
മാതാവ് ആ ഒരു വലിയ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. എൻ്റെ ശക്തമായ പ്രാർത്ഥനയോടെ മാതാവ് ഈശോ വഴി എനിക്ക് ആ അനുഗ്രഹം നേടിത്തന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ നാലാമത്തെ നിയോഗം എനിക്കൊരു നല്ല ജീവിത പങ്കാളി ലഭിക്കണമെന്നായിരുന്നു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5ാമത്തെ നിയോഗം ഹസ്ബൻഡിൻ്റെ കണ്ണിന് റെറ്റിനയിലേക്കുള്ള ഞരമ്പിന് ലീക്ക് ഉണ്ടായി ലേസർ സർജറി വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിൽ കണ്ണിൻ്റെ പകുതി കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. നിയോഗം വെച്ചതിൽ നിന്നും കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമായി സർജറി ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കാഴ്ചയുണ്ട്. എൻ്റെ അടുത്ത നിയോഗം, ഞാൻ പ്രാർത്ഥനയും ബൈബിൾ വായനയും കൊന്തച്ചെലവൊന്നും ഇല്ലാതെ ഒരാളായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ശക്തമായി പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനുമുള്ള അനുഗ്രഹമുണ്ടായി. ഞാൻ നല്ല കുമ്പസാരം നടത്തിയിട്ട് വർഷങ്ങളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നല്ല കുമ്പസാരം നടത്തി. ഈശോയും മാതാവും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സൗമ്യ കുര്യച്ചൻ. ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് മേരി ജോർജ്. അമ്മയുടെ വീട് എറണാകുളം അങ്കമാലി രൂപതയിൽ തന്നെ ആനപ്പാറയാണ്. അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അമ്മ ഉടമ്പടി എടുത്ത ഡേറ്റ് ജൂൺ 22, 2022 ഞങ്ങൾക്ക് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി. അതിൽ ചിലതാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ സഹോദരൻ സാൻജോ ജോർജ് 4 വർഷമായിട്ട് ജോലിയില്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു. അവന് മുൻപ് വിദേശത്തായിരുന്നു, ന്യൂസിലാൻഡിലായിരുന്നു ഒരു ജോലി ഉണ്ടായിരുന്നത്. ആ ജോലി നഷ്ടപ്പെട്ട് അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ചെറിയ ജോലിക്കൊക്കെ പോയി വീട്ടിലാകെ ബുദ്ധിമുട്ടായിരുന്നു. കടബാധ്യതകളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. കഴിഞ്ഞ വർഷം 22-ാം തീയതി ജൂൺ 22-ാം തീയതി അമ്മച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 10-ാം ദിവസം തന്നെ എൻ്റെ സഹോദരന് കാനഡയ്ക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം ശരിയായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി എൻ്റെ സഹോദരൻ കാനഡയ്ക്ക് പോയി. അവിടെ നല്ല ജോലിയിൽ ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ കടബാധ്യതകളുണ്ടായിരുന്നു. സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ മുതൽ ഒത്തിരിയേറെ 10 ലക്ഷത്തിന് മേലെ ഞങ്ങൾക്ക് കടബാധ്യതയായിട്ട് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് വീട്ടാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിൽക്കണമായിരുന്നു. ഒരു 4 വർഷത്തോളമായിട്ട് സഹോദരൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ ഈ സ്ഥലം വിൽക്കാനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും വന്ന് നോക്കിയിട്ടുണ്ട്. അവസാനം അമ്മ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ വെഞ്ചിരിച്ച് ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം നല്ല വിലയ്ക്ക് കച്ചവടമാവുകയും ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടുകയും ചെയ്തു. കൂടാതെ അമ്മയുടെ കയ്യിൽ ആകെ വിരലുകളെല്ലാം നഖം എല്ലാം പഴുത്ത് വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജലവും ദുർഗന്ധമൊക്കെ വരുമായിരുന്നു. അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ കയ്യിലുണ്ടായിരുന്ന ആ പഴുപ്പെല്ലാം മാറി ഇപ്പോൾ നല്ല നഖമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ സഹോദരൻ പോയി 2 മാസങ്ങൾക്ക് ശേഷം സഹോദരൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പുറത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് ശരിയാക്കി 3-4 മാസം കഴിഞ്ഞു. ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറയാൻ ഇന്നലെ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം, കഴിഞ്ഞ 3-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് മെഡിക്കൽ എടുക്കാനായിട്ട് പോകുന്നത്. ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം ശരിക്കും ഇവിടെ അവധി ദിവസങ്ങളായിരുന്നു കൂടുതലും. ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്നലെ ഞങ്ങൾ ഇന്നാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഇന്നലെ ഞാൻ അമ്മയോട് പറയുമ്പോൾ
അമ്മ പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ഞാനിങ്ങോട്ട് വരുന്നുണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഇതിന് ശേഷം വൈകുന്നേരം ഒരു 8 മണിയായപ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും വിസ ഇമെയിലിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അടുത്ത് തന്നെ പോകാൻ പറ്റുമെന്ന്. ഇതുകൂടാതെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ പ്ലെയിൻ ടിക്കറ്റിൻ്റെ അപേക്ഷിച്ചതുകൊണ്ട് അത് ഇന്നലെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ കാനഡയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് 3 കുട്ടികൾക്കും പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് 2 ലക്ഷം രൂപ മേലെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലക്ഷങ്ങളുമാവും. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഞങ്ങളിപ്പോൾ പോകുന്നില്ല, സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴാണ് ഇതിൻ്റെ പൈസ ഒന്ന് കുറയുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഓഫർ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ വരികയും അവർക്ക് വെറും സഹോദരൻ്റെ ഭാര്യയ്ക്ക് വെറും 90,000 റുപ്പീസിനും സഹോദരൻ്റെ പിള്ളേർക്ക് 72,000 റുപ്പീസിനും വിസ ലഭിക്കുകയുണ്ടായി. അവർ ഈ മെയ് 30 വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കണ്ണിലെപ്പോഴും കുരുക്കൾ വരുമായിരുന്നു, ചൊറിച്ചിൽ അലർജി ഉണ്ടായിരുന്നു. തൈലം പറ്റി പ്രാർത്ഥിച്ചത് വലുതായിട്ട് ആ ചൊറിച്ചിലെല്ലാം മാറി, ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവും തിരുക്കുമാരനും വഴി എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.